ആമേൻ. നമുക്ക് ഒരു വചനം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകുന്നതായ എല്ലാ തിരുവചന സത്യങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ സഭയായി കൂടി വന്നു. കർത്താവേ, സഭയിലെ ഓരോ വ്യക്തികളും കർത്താവേ, ക്രിസ്തുയേശുവിൽ തികഞ്ഞവരായി തീരണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം ഞങ്ങൾ നിറഞ്ഞു വരണമെന്നുള്ളത് തിരുവചനത്തിലെ വാഗ്ദത്തമാകയാൽ, പ്രാർത്ഥനയാകിയാൽ ഞങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ചു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. തിരുവചനത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വലിയ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. തുടക്കം ഇങ്ങനെ: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ ദൈവത്തിൻ്റെ ദാനമായി കൈപ്പണിയല്ലാത്ത ആമേൻ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു എന്നും പറഞ്ഞപ്പോൾ തിരുവചനത്തിനകത്തെ അറിവുകൾ നമുക്ക് പ്രത്യാശ കൊണ്ടുവരും. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവിക ഇടപെടലുകൾ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിപ്പാനുള്ള ശക്തി തരും. ഇതുപോലെ തന്നെ ഉള്ള ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. മരണ വീടുകളിൽ ഓരോ കണ്ണികയായിട്ട് മാറി മാറി വായിക്കുന്ന അധ്യായമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം. അതിനകത്ത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പേ, നമ്മുടെ നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന തേജസ്, സൂര്യൻ്റെ തേജസ് വേറെ എന്നൊക്കെ വിവക്ഷിച്ചുകൊണ്ട് ആ നിത്യതയുടെ പ്രത്യാശ അകത്ത് തരുന്നു. ആമേൻ. നമ്മുടെ ഈ ശരീരം ദൈവരാജ്യത്തെ അവകാശമാക്കത്തില്ല എന്ന് പറയുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കണമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം നടക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകുമെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ മരണത്തെ വെല്ലുവിളിക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരാത്മിക തലത്തിലേക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അല്ലെ, മരണത്തെ ഭയപ്പെട്ടിരുന്ന മനുഷ്യൻ മരണത്തെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് അവനെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 15. അതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നത്: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. കേട്ടോ, നമ്മളെ എവിടെ കൊണ്ടാ എത്തിച്ചത്? അത് പ്രൈസ് ദി ലോർഡ്. നിത്യതയുടെ വലിയ പ്രത്യാശയിലും നിത്യതയിൽ ലഭ്യമാകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെയും എല്ലാം നമ്മുടെ തേജസ്സിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക, കുലുങ്ങാത്തവരായിരിക്കുക. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് എന്ത് ചെയ്യണം? കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അലസന്മാരും മടിയന്മാരും സഭായോഗത്തിൽ വരാത്തവരുമായി ഇരിപ്പാൻ അവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരിക. അപ്പൊ നമുക്ക് ഏതൊക്കെ നിലകളിൽ കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റും? അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സുവിശേഷം അറിയിക്കാതിരുന്നാൽ എനിക്ക് അയ്യോ കഷ്ടം, അല്ലേ? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പൊ ആരാണ് ഈ നിർബന്ധിക്കുന്നത്? ഒരു മനുഷ്യനെ നിർബന്ധിച്ചാൽ അവന് കർത്താവിന്റെ വേലയൊന്നും തുടർമാനമായിട്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഒരു സഭായോഗത്തിൽ വരാത്ത ആളുകളെ പോയി നിർബന്ധിച്ച്
വരണം വരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ആരും വരത്തില്ല. അനുഭവസ്ഥരൊരു കരങ്ങൾ ഉയർത്തിയ സ്വോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും അനുഭവസ്ഥരാ. അപ്പൊ ദൈവം ഇടപെടണം, ദൈവാത്മാവ് ഹേമിക്കണം. അപ്പൊ ഈ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കാതിരുന്നാൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പൊ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ആരുടെ നിർബന്ധം? ദൈവാത്മാവിന്റെ നിർബന്ധം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിർബന്ധത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ ആത്മാവിന്റെ ഹേമത്തെ തിരിച്ചറിയുവാനും ഒരു മനസ്സ് കിട്ടാൻ പ്രാർത്ഥിച്ചാൽ മതി. സഭായോഗത്തിൽ വരാതിരിക്കുന്നവർ എന്ത് കാരണം ചൊല്ലിയുമായിക്കൊള്ളട്ടെ. ചിലര് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പിടിച്ചാൽ പിന്നെ ആദ്യമേ അവർ മുടക്കുന്നത് എന്നാന്നറിയാവോ? പ്രാർത്ഥന മുടക്കും. അവരുടെ ആഹാരം മുടക്കത്തില്ല, മൊബൈലിൽ നോക്കുന്ന സമയം കൂടത്തേ ഉള്ളൂ. പക്ഷെ ഇവർ മുടക്കുന്നത് എന്നാന്നറിയാം? പ്രാർത്ഥന മുടക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ആരാ? ദൈവം എന്ത് പിഴച്ചു? പ്രൈസ് ദി ലോർഡ്. അപ്പം വഴക്ക് പിടിച്ചാൽ ആ വഴക്ക് പ്രതിഫലിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഒരാളെ നിർബന്ധിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഇനി ആരുമായിട്ട് വഴക്ക് പിടിച്ചാലും പിടിച്ചില്ലേലും ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ദൈവാത്മാവിന്റെ ഹേമം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതൊരു വലിയ അനുഗ്രഹമാണ്. ആമേൻ. ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. അപ്പൊ നാം വായിച്ച വാക്യം, അപ്പൊ ഇവിടെ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് സുവിശേഷം അറിയിക്കാതിരുന്ന എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാനത് മനപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് എന്നാ ഉണ്ട്? പ്രതിഫലമുണ്ട്. നിങ്ങളെ ഇടയ്ക്ക് പൂരിപ്പിക്കണം കേട്ടോ. നിങ്ങൾ എത്ര കാലമായിട്ട് ഇത് കേൾക്കുന്നതാ? ഒരേ വായിൽ നിന്നും അല്ല പല വായിൽ നിന്നും കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ തന്നെയല്ലേ എല്ലാ ആഴ്ചയിലും കേൾക്കുന്നത്. അപ്പൊ ഒന്ന് കേട്ട വചനം പിന്നെ കേൾക്കുമ്പോൾ ബോറടിക്കുവോ? ഇല്ല, അടിക്കത്തില്ല. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഒരു പുസ്തകം നമ്മളെ എത്ര വലിയ പ്രഗത്ഭൻ എഴുതിയ പുസ്തകമാണേലും ഒന്ന് വായിച്ചു കഴിഞ്ഞ് രണ്ടാമത് വായിക്കാൻ നമുക്ക് തോന്നത്തില്ല, അല്ലേ? എത്ര വലിയ പ്രഗത്ഭൻ എഴുതിയതാണേലും ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് കേട്ട് കഴിഞ്ഞ് പിന്നെയും കേൾക്കുമ്പോഴും അതിന്റെ പുതുമയാ. പിന്നെ അതിനകത്തുനിന്ന് എന്തൊക്കെയോ ദൈവശക്തി നമ്മുടെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് അനുഭവിച്ചറിയാൻ ഒരു കൃപ വേണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവന്റെ മേൽ ആ കൃപയുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു കൃപ ലഭിച്ചു. ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ടാണ് ദൈവവചനത്തോട് നമുക്കൊരു ആകർഷണം തോന്നിയത്. ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ടാണ് ദൈവസഭയ്ക്കകത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട്. കർത്താവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം ഒരുവൻ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. അപ്പോൾ നാം നിൽക്കുന്നത് പോലും കൃപയാല. നിങ്ങൾ നോക്കുമ്പോൾ ഞാനിവിടെ ഈ പുൾപിറ്റിലാണ് നിൽക്കുന്നത്, പക്ഷെ ഞാൻ ദൈവത്തിന്റെ കൃപയിലാണ് നിൽക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു പായെ നിൽക്കുന്ന ഒരുത്തനെ പായെ പിടിച്ച് വലിച്ചാൽ അവൻ താഴെ പോകും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയിലാണ് നിൽക്കുന്നതെന്ന് തോന്നലുണ്ടെങ്കിൽ എപ്പോഴും ആ കൃപയിൽ ആശ്രയിച്ചോളുക. ആകയാൽ നാം നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ കൃപ നമ്മെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് കൊണ്ടൊക്കെയാണ് ഈ നിർബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്രിസ്തുവിന്റെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എന്നാ നിർബന്ധമാ? പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നാം വായിച്ചതുപോലെ, നാം വായിക്കുന്നതിന് മുമ്പ് നാം പറഞ്ഞ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കാതിരുന്നാൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാനത് മനപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാ സത്യം. ആ ഒരു വചനം അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് 9-ാം അധ്യായത്തിലാണ്. 5-ാം അധ്യായത്തിൽ വ്യക്തമായി ദൈവാത്മാ നമ്മോട് പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവസഭയ്ക്കകത്ത് വരുന്നതിൻ്റെയും നാം ആരാധിക്കുന്നതിൻ്റെയും ദൈവവേല ചെയ്യുന്നതിൻ്റെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെയും
ഒക്കെ പിന്നിലുള്ള മോട്ടീവ്, ചേതോ വികാരം കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസത്തിൽ നിന്നും വരണം. കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം നമ്മെ ദൈവസഭയോട് ചേർത്ത് നിർത്തുന്നത്. പലപ്പോഴും നമ്മൾ യാന്ത്രികത്വത്തിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണ്ടേ, നമ്മുടെ ജീവിത വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണ്ടേ, നമ്മൾ അനുഭവിക്കുന്നതായ സാഹചര്യങ്ങളിൽ നമുക്കൊരു കംഫോർട്ടായിട്ടൊന്ന് മുമ്പോട്ട് പോകണ്ടേ എന്നുള്ള സംഗതികളൊക്കെ നാം പലപ്പോഴും ദൈവസഭയ്ക്കകത്ത് വരാൻ ആദിമ കാലഘട്ടങ്ങളിൽ പലരെയും അത് നയിച്ചിരിക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമേറിയ ആത്മിക സത്യങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പിന്നെ നമ്മെ ഭരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം. കർത്താവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കാൻ തുടങ്ങണം, എങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളെ ഇനി എല്ലാ ദിവസവും വിളിച്ച് നിങ്ങളെ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നാലും ഒന്നും നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കത്തില്ലെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വ്യക്തമാണ്, നിങ്ങൾക്കും അത് വ്യക്തമാണ്. അപ്പൊ കർത്താവിൻ്റെ സ്നേഹം ഒരുവൻ മനസ്സിലാക്കിയാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനുള്ള നമ്മുടെ അകത്തുള്ള പ്രേരണ എന്താന്ന് ചോദിച്ചാൽ കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം. കർത്താവിനോട് നമുക്ക് സ്നേഹം വരണമെങ്കിൽ കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിച്ചെന്ന് അതിൻ്റെ ആഴവും മനസ്സിലായാലേ കർത്താവിനോട് നമുക്ക് സ്നേഹം വരത്തുള്ളൂ. അതാണ് സത്യം. അപ്പോൾ ദൈവത്തെ ഒരുവന് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം അവനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം അവന് മനസ്സിലായിട്ടില്ലെന്നർത്ഥം. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലായിട്ടും നാം ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നുവെങ്കിൽ നാം ഒരു മനസ്സാക്ഷി ഇല്ലാത്തവരുവാ, അല്ലേ? കർത്താവിനോട് നല്ല മനസ്സാക്ഷിക്കുള്ള ഒരു അപേക്ഷയായിട്ടാണ് നമ്മളൊക്കെ സ്നാനപ്പെട്ടത്, അല്ലേ? പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ് സ്നാനം. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ സ്വാർത്ഥതകളുണ്ട്, നമ്മുടെ സ്വയവിചാരങ്ങളുണ്ട്. ഇതൊക്കെ പലപ്പോഴും നമ്മെ ഭരിക്കുമ്പോൾ കർത്താവിനോട് നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാനൊന്നും പറ്റണമെന്നില്ല, ശരിയല്ലേ? നമുക്ക് നമ്മുടെ 100 വിഷയങ്ങളുണ്ട്. ഇന്നിപ്പോൾ സഭായോഗത്തിൽ വരാൻ പറ്റാത്ത ആൾക്കാരോട് ചോദിച്ചാൽ ആരും കാലും കൈയും ഒന്നും ഒടിഞ്ഞു കിടക്കുമൊന്നുമല്ല. അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കൂടുതൽ അങ്ങ് ശ്രദ്ധ ചെലുത്തിയാൽ നമുക്കും സഭായോഗം കിട്ടിച്ച് അവരുടെ കൂടെ പോയി അവരുടെ കാര്യം സഹായിച്ചു കൊടുക്കണം എന്ന് തോന്നും. ആ നിലയിൽ പറയാൻ ബിരുദമുള്ള ആൾക്കാരുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അവരുടെ കാര്യം ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ മുഴച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവരതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, എത്ര മണി ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവിനോടുള്ള സ്നേഹത്തെ, അതാണ് യഥാർത്ഥത്തിൽ ഒരു കർത്താവായ യേശു ക്രിസ്തു ഈ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യം നമുക്കെല്ലാം അറിയാം, അല്ലേ? കർത്താവ് ഒരു ഭയങ്കര കൗൺസിലിംഗ് നടത്തുക അവിടെ. നമ്മൾ അതിനുശേഷമല്ലേ കൗൺസിലിംഗ് ഒക്കെ കണ്ടുപിടിച്ചത്. കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ പറയുന്നത് വല്ലോ കാര്യമുണ്ടോ? ആർക്കാ കൗൺസിലിംഗ് നടത്താൻ പറ്റാത്തത്? ജീവിത വിഷയങ്ങൾ ആമേൻ മല പോലെ, അവൻ തിരമാല പോലെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച് നമ്മുടെ മനസ്സിന്റെ സമനില തെറ്റുന്ന പോലെ വരുമ്പോൾ കുറച്ച് ഉപദേശം കിട്ടിയത് കൊണ്ടോ കൗൺസിൽ ചെയ്തത് കൊണ്ടോ ഒന്നും ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏറ്റവും വലിയ കൗൺസിലർ നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന നിലവിളിയോടെ ഇരുന്നാൽ ഏത് തകർന്നവനെയും, ഏത് നിരാശപ്പെട്ടവനെയും, ഏത് പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെയും ഉദ്ധരിച്ചുകൊണ്ട് വരുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിനായി കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. അല്പസമയം ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ഇതിനകത്ത് വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൃദയത്തിനകത്ത് ഭാരമേറിയ കല്ലുകൾ പോലെ വേദനകൾ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അസഖ്യമാക്കുന്ന ആ പൈശാചിക വ്യാപാരം കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ, അവന്റെ വചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ഹൃദയങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വേരോടെ പിഴുതു പോട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട്
പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അല്പസമയം ഒന്ന് മഹത്വം കൊടുത്ത് നമ്മുടെ കർത്താവാണ് ഏറ്റവും വലിയ കൗൺസിലർ. നമ്മുടെ കർത്താവാണ് ഏറ്റവും വലിയ സൗഖ്യദായകൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവാണ് ഏറ്റവും വലിയ തച്ചൻ, സകലവും നന്നായി ചെയ്യുന്ന തച്ചൻ. ജീവിതത്തിലെ ഉടഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, ആമേൻ സ്തോത്രം, ആമേൻ, ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത പോലെയുള്ള വിഷയങ്ങളുടെ മധ്യത്തിൽ തകർന്നിടുകയാണെങ്കിൽ സകലവും നന്നായി ചെയ്യുന്ന ഒരുവനുണ്ട്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽക്കാലം അവന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുമ്പോൾ നിന്നെ പുതുക്കി പണിത് മാനപാത്രമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഇല്ലാത്തതിനെ അവൻ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ. അവന്റെ സാന്നിധ്യത്തിൽ വിശ്വാസമുള്ളവർ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് മഹത്വം കൊടുത്ത് അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ശൂന്യതയാണോ, നഷ്ടപ്പെട്ടു കിടക്കുന്ന അനുഭവങ്ങളാണോ, നിന്റെ പഴയ സന്തോഷം ആമേൻ തിരികെ വരുത്തുവാൻ ആർക്ക് കഴിയുമെന്ന് പറയുമ്പോൾ ആമേൻ, ഞാൻ എന്റെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സന്തോഷം നിങ്ങളിലാകുവാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നിന്റെ പഴയ സന്തോഷത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും. ഒരു കൗൺസിലർ കൗൺസിൽ ചെയ്താൽ ഇതൊന്നും സാധ്യമല്ല. ദൈവം തമ്പുരാൻ ഇടപെടാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിശാചിന്റെ കെട്ടുകൾ അഴിയാൻ തുടങ്ങും. ദൈവവചനം ഇടപെടാൻ തുടങ്ങുമ്പോൾ, ദൈവ സാന്നിധ്യം ഇടപെടാൻ തുടങ്ങുമ്പോൾ നീ ആമേൻ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങൾ ഓരോന്നായി പൊട്ടിമാറുവാൻ തുടങ്ങും. നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവവചനം വായിച്ചിട്ട് ശുശ്രൂഷിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഇതുപോലെയുള്ള ദൂതുകൾ വരുമ്പോൾ ഏറ്റെടുത്തോണം. അത് പ്രസംഗിക്കുന്നവൻ തയ്യാറാക്കിക്കൊണ്ട് വരുന്നതല്ല. നിങ്ങളോടുള്ള ഇതിനകത്ത് ആരെങ്കിലും ഭാരത്തോടെയോ പ്രയാസത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ നീതിയാണ്. കാരണം ആ വചനത്തിനകത്ത് പറയുന്നവന്റെ ശക്തിയല്ല, ഇതിനൊരു ഉടയവനുണ്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി ആമേൻ ദൈവം തുറന്നു വിടും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. വചനം ഇങ്ങനെ പറഞ്ഞല്ലേ അവിടെ പറയുന്നത്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാനത് മനപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട്, മനപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇതിൽ പറയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു. അടുത്ത വാക്യം, അത് അത്യുത്തമമല്ലോ. എന്നിട്ട് പറയാണ്, എന്നാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഞാൻ ജഡത്തിലായിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ആവശ്യം. അപ്പൊ അവിടെ ഒരു മനുഷ്യൻ ജഡത്തിലായിരിക്കുന്നതിൻ്റെ ആവശ്യം പോലും ആമേൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. അതൊരു സത്യമാണ് കേട്ടോ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവനാകും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറയുമ്പോൾ കർത്താവിന് പകരമായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിന്. കുടുംബസ്ഥരോടും ദൈവം അത് തന്നെയാ പറയുന്നത്. ആമേൻ. കുടുംബസ്ഥരോടും ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവിക പദ്ധതിക്ക് വേണ്ടിയാ. വാഗ്ദത്തമായ ഇസ്ഹാക്കിലൂടെ ആമേൻ ദൈവത്തിന്റെ പദ്ധതിയെ നടപ്പിലാക്കാൻ വേണ്ടിയാ, അല്ലേ? ആമേൻ. ഊരിൽ നിന്നും ആമേൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം ഇടപെട്ടുകൊണ്ട് വിളിച്ച് വേർതിട്ട് വേർപാടും ആമേൻ വിശുദ്ധിയും അവന്റെ ജീവിതത്തിലോട്ട് കൽപ്പിച്ചു കൊടുത്തിട്ട് അവനൊരു വാഗ്ദത്ത സന്തതി ഉണ്ടാകുമെന്നും ആ സന്തതിയിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ വേണ്ടി മനുഷ്യവർഗത്തിൽ നിന്നും ഒരുത്തനെ തെരഞ്ഞെടുത്തു, അവന്റെ സന്തതി പരമ്പരകളെ നൽകി. എന്നിട്ട് സ്തോത്രം എന്താ? യേശു ക്രിസ്തുവിനെ ഇവിടെ ജന്മമെടുക്കുവാൻ ഒരു കുലം വേണം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി ഒരു കുലത്തിനകത്ത് വേണം. അതായിരുന്നു അബ്രഹാമിന്റെ മേലുള്ള വിളി. അങ്ങനെയാണെങ്കിൽ കുടുംബസ്ഥരായിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ കുടുംബസ്ഥരാക്കി ദൈവം വെച്ചത് അവൻ ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളിലൂടെ പുറത്തു വരാനുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ.
അതുകൊണ്ടാണ് എനിക്ക് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞാൻ അവനെ പ്രസാദിപ്പിക്കുന്നവനാകും. പറയാണ്, എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഞാൻ ജഡത്തിലായിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ആവശ്യം. ഇപ്പോ രക്ഷിക്കപ്പെടുവാനുള്ള ആളുകൾ നിമിത്തമാണ് ഞാൻ ഈ ശരീരത്തിൽ വസിക്കുന്നത് എന്ന തിരിച്ചറിവ് എന്നെ ഭരിക്കണം. നമുക്ക് വലിയ വൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലേലും പറ്റണം. ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്ന വിളിക്ക് തക്കവണ്ണം വൻ കാര്യങ്ങൾ ചെയ്യണം. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നതിന് പലപ്പോഴും വിഘ്നമായി നമ്മൾ കരുതുകയാണ്. എന്നാൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നതായ നിലകളിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടാമോ അങ്ങനെയെല്ലാം പ്രയോജനപ്പെടാം. നിന്നെ കുടുംബമായി വിളിച്ചുവോ, കുടുംബമായി നീ പ്രയോജനപ്പെടണം. നിന്നെ ദാസനായി വിളിച്ചുവോ, നീ ദാസനായിരുന്ന് നിൽക്കുമ്പോൾ നിനക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും. നീ യജമാനനാണോ, സ്വർഗത്തിൽ നിനക്ക് യജമാനൻ ഉണ്ടെന്ന് അറിയുന്നുവല്ലോ. ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം, നിനക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും. ആമേൻ. ദൈവമാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവരാണ് ദൈവമക്കൾ. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ കുറിവാക്യമായ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കൗൺസിലിംഗ് ചെയ്ത് എന്ത് ചെയ്തു? യഥാസ്ഥാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പിന്നെ പത്രോസിന് ധൈര്യം വന്നു. യഥാസ്ഥാനപ്പെടുക, കർത്താവിനോടുള്ള സ്നേഹത്തിൽ യഥാസ്ഥാനപ്പെടുക. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. ആമേൻ. അപ്പൊ എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരുവൻ ആരാ? കർത്താവായ യേശു. ആ ഒരുവൻ എന്ന് പറഞ്ഞേക്കുമ്പം ആ ഒരുവൻ യേശു മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാം. ആമേൻ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ച, എല്ലാവർക്കും വേണ്ടി മരിച്ച ഒറ്റ ഒരുത്താലേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുവാ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പോ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എല്ലാവർക്കും വേണ്ടിയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്തിനായിരുന്നു? എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. പാപത്തിൽ മരിച്ച നമ്മളെ പാപസംബന്ധമായി മരിച്ചവരാക്കി തീർത്തതാണ് കർത്താവിന്റെ ക്രൂശ്. വിശദമാക്കാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നാം നമ്മുടെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ ആ മരണം കർത്താവ് വഹിച്ചപ്പോൾ നാം ഇനി പാപത്തിലേക്ക് പോകാതെ വണ്ണം പാപസംബന്ധമായി, പാപം നമ്മളിൽ നിന്ന് മാറി നിൽക്കത്തക്കവണ്ണം പാപസംബന്ധമായി നാം മരിച്ചവരാ. ഇനി പാപത്തോട് നമുക്ക് സംസർഗമില്ല. മനസ്സിലായി? ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പോ ഞാൻ മരിച്ചു, നിങ്ങൾ മരിച്ചോ? മരിച്ചു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മരിച്ചു എന്നും ഇത് ശുശ്രൂഷകർക്ക് മാത്രമുള്ള ഒരു വചനമല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ള വചനമാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കണം. അതാണ് കാര്യം. അപ്പോൾ ഇനി ജീവിക്കുന്നവർ ആരാന്ന് ചോദിച്ചാൽ വീണ്ടും ജനിച്ചവർ. അവരല്ലേ ഇനി ജീവിക്കുന്നത്. വീണ്ടും ജനന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ജീവിക്കുന്നവരായി തീർന്നു. എങ്ങനെയാണ് ഇനി ജീവിക്കുന്നവരായി തീർന്നത്? നമ്മൾ നേരത്തെ അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിച്ചപ്പോൾ നമ്മൾ ജനിച്ചത് കെടുന്ന ബീജത്താലാ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം, അന്ന് നമ്മൾ ജീവിച്ചത് കെടുന്ന ബീജത്താൽ ഉടലെടുത്ത ഈ ശരീരത്തിലാ. വചനം നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? 1 പത്രോസ് 1-ാം അധ്യായത്തിൽ 23 നിന്നും വായിക്കുന്ന പോലെ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് വീണ്ടും ജനിച്ചത്. അപ്പൊ നമ്മുടെ വീണ്ടും ജനനം സംഭവിച്ചത് എങ്ങനെയാണ്? ദൈവവചനത്താലാ. അപ്പൊ ദൈവവചനത്താൽ ജനിച്ചവനാണ് ഇനിയും ജീവിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഇനിയും ജീവിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ.
7 പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ, കർത്താവിന്റെ രക്ഷയെ സ്വീകരിച്ചവർ, എന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ, ആമേൻ സ്തോത്രം, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ, അവരാണ് ഇനിയും ജീവിക്കുന്നവർ. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടതെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നല്ലേ. നമ്മളിപ്പോൾ ജീവിക്കുന്നത്, സഭായോഗത്തിൽ വന്നിരിക്കുന്നതൊക്കെ നമ്മുടെ ഹിഡൻ അജണ്ട ഉണ്ടെന്നേ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ത്വരയുടെ ബഹിർസ്ഫുടനങ്ങളാ അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? നമുക്ക് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ പ്രദർശനങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും അല്ലേ. അപ്പൊ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചവരായിട്ട് ജീവിക്കണം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ പാപത്തിൽ മരിച്ച നമ്മുടെ ആ മനുഷ്യൻ, അവനെ ക്രൂശിൽ തറച്ചു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജീവനാണ് വ്യാപരിക്കുന്നത്. ആമേൻ. കാൽവറിയിൽ നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജീവനാണ് യേശു ആമേൽ വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്നത്. അവന്റെ ജീവിതം പിന്നെ പുതുജീവിതമായി തീരുകയാണ്. ഇതിൻ്റെയും അടിസ്ഥാനം കർത്താവിനുള്ള സ്നേഹമായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മൾ എന്ത് വേല ചെയ്താലും, ആരാധനയാണേലും എന്താണേലും, നമ്മുടെ അതിൻ്റെ പിന്നിലുള്ള മോട്ടീവാണ് ദൈവം നോക്കുന്നത്. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ പോലും ചില സമയത്ത് നമ്മൾ മനുഷ്യനാകിയാൽ അമ്പട ഞാനേ എൻ്റെ ശുശ്രൂഷയെ എന്ന ചിന്ത അറിയാതെയാണേലും വിശ്വാസി കയറ്റിക്കൊണ്ടുവരും അല്ലേ. ഉയരും ഞാൻ നാടാകെ. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തുള്ള ചിന്ത അമ്പട ഞാനേ, എൻ്റെ പോസ്റ്ററേ, എൻ്റെ പടമുള്ള ഫ്ലെക്സേ, ഉയരും ഞാൻ നാടാകെ. ഇത് പലപ്പോഴും ശുശ്രൂഷകരുടെ അകത്തേക്ക് കയറി വരും. അപ്പൊ നമ്മുടെ മോട്ടീവ് എന്തുവാ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക, എന്നോടും കൂടിയാ കേട്ടോ. നമ്മുടെ യഥാർത്ഥ മോട്ടീവ്, നമ്മളെ കർത്താവിന് വേണ്ടി നിൽക്കാൻ നമുക്ക് പ്രേരണ തരുന്ന ഘടകം എന്താ? ആത്മാർത്ഥമായി ചോദിക്കുക, കർത്താവിനോടുള്ള സ്നേഹമാണോ? കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനോടുള്ള വിശ്വാസവും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കർത്താവാണ് പ്രവർത്തിക്കുന്നത്. കർത്താവ് അതിൻ്റെ നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ദൈവിക പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ പ്രതിഫലത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഹൃദയങ്ങളെയും ഉൾപ്പൂകളെയും അറിയുന്ന ദൈവം നമ്മുടെ മനസ്സിനെ അറിയുന്നു. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, വാസ്തവമായി നമുക്കൊന്ന് ചോദിക്കാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിനോടുള്ള സ്നേഹമാണോ, അതോ നമുക്ക് തന്നെ ഒരു തൃപ്തി കിട്ടാൻ വേണ്ടിയുള്ള പരിപാടികളാണോ, നമുക്കൊരു അംഗീകാരം കിട്ടാനുള്ള പരിപാടിയാണോ? ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. അത് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ അല്ലേ. ദൈവങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ പറയാ, കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നായിരിക്കണം, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കണം ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്താലും. നാം ചെയ്യുന്നതിൻ്റെ വലിപ്പമോ തൂക്കമോ അളവോ ഒന്നും അല്ല ദൈവം നോക്കുന്നത്. നാം കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മെ ഡ്രൈവ് ചെയ്തത്, നമ്മെ അതിലേക്ക് നയിച്ചത് എന്താണ്? ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകി. ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് ധ്യാനിച്ചാൽ നാം ആരാന്ന് നമുക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മറ്റുള്ളവരുടെ അംഗീകാരമാണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണോ? അതോ ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഇതാ ഞാൻ ജീവിക്കുന്നു. ആ ധൂർത്തുപുത്രന്റെ പിതാവ്, എൻ്റെ മകനെ ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഇവൻ ജീവിക്കുന്നു. അങ്ങനല്ലേ നമ്മളും? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തെ നമ്മുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി കഴിയുമ്പോൾ, ആമേൻ,
കർത്താവിൻ്റെ സ്നേഹത്താൽ നാം പിടിക്കപ്പെട്ടവരാകും. ഇതൊക്കെ മനസ്സിലായിട്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആപത്തിനോ വാളിനോ ഒന്നും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ ദൈവസ്നേഹത്തിൽ തന്നെ വേർപിടിപ്പാനാവില്ല. ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോഴാണ് ഭാര്യ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഭർത്താവ് വഴക്കുണ്ടാക്കി പിള്ളേര് കുരുത്തം കേട്ടവരാ എന്നൊക്കെ പറഞ്ഞ് സഭയെ വരാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്തത്. ചിലർ പറയും എൻ്റെ ആത്മീക മുന്നേറ്റത്തിന് തടസ്സം എൻ്റെ ഭാര്യയാണ്. ചില ഭാര്യമാർ പറയും എൻ്റെ ആത്മീക മുന്നേറ്റത്തിന് തടസ്സം എൻ്റെ ഭർത്താവാ. ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. സ്തോത്രം പറയുമ്പം ഈ സൂക്ഷിച്ച് പറയണം, പെട്ടുപോകും ചിലപ്പോൾ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്, പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഭാര്യയോ ഭർത്താവോ മക്കളോ ഒന്നും ആരുടെയും ആത്മീക മുന്നേറ്റത്തിന് തടസ്സമല്ല. നിനക്ക് കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യ എങ്ങനെയാണേലും ഭർത്താവ് എങ്ങനെയാണേലും മക്കൾ എങ്ങനെയാണേലും, മനുഷ്യൻ എന്നതിൽ പ്രയാസമൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ മനുഷ്യരല്ലല്ലോ. കർത്താവിനോടുള്ള സ്നേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇതിന് കഴിയുന്നുണ്ടെങ്കിൽ നീ കർത്താവിനെക്കാട്ടിൽ ഇവൃത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഭാര്യയുമായിട്ട് സന്തോഷിച്ച് സല്ലപിച്ച് ഊരുചുറ്റി നടക്കുന്നതിനാണ് ദൈവത്തെക്കാട് നിനക്ക് പ്രാധാന്യമെങ്കിൽ, ഭർത്താവുമായിട്ട് സന്തോഷിച്ച് പിള്ളേരുമായിട്ട് ഇങ്ങനെ ഫുഡ് അടിച്ച് നടക്കുന്നതിനാണ് നിനക്ക് വലിയ താല്പര്യമെങ്കിൽ, അവരൊരു ഇടർച്ച വന്ന് മാറി നിൽക്കുമ്പോൾ നീ കർത്താവിനെയും വിടും, വിശ്വാസവും വിടും, സഭയും വിടും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇതിനൊക്കെ മേളിലാണ് കർത്താവിനോടുള്ള സ്നേഹമെങ്കിൽ അതിനപ്പുറം വല്ലതും ഉണ്ടോ? മരണത്തിനോ വാളിനോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഒന്നും 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 ഒന്നും. ഞാനിതൊക്കെ പറയുമ്പോ ദുഷ്ട പിശാച് എനിക്കെതിരെ പല പദ്ധതികളും ഒരുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കയ്യിലിരിക്കട്ടെ, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് നിന്ന് വാദം കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യനെയും നോക്കരുത്. മനുഷ്യൻ ഇടർച്ച കൊണ്ടുവരും. ഞാൻ മുഖേന എൻ്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇടർച്ച വരും. ഞാൻ മനുഷ്യനാണെന്നതിന്റെ തെളിവാത്. ഞാൻ മുഖേന എൻ്റെ മക്കൾക്ക് പ്രയാസം വന്നെന്നിരിക്കും, അല്ലെങ്കിൽ ഭാര്യ മുഖേന ഭർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാമല്ലോ. ഇതൊരു പാല വിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ? പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിൽ നിന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ യേശുവിനെ മനസ്സിലായി കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ നമുക്കൊന്ന് ആഴത്തിൽ പിടികിട്ടിക്കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, പിന്നെ നമുക്ക് ധൈര്യമാണ്. നമുക്ക് ഈ കർത്താവ് നമ്മൾ ശരിക്കും നമ്മൾ വിശ്വാസത്തിലല്ല. അതാണ് ഈ പ്രശ്നം. ഈ റോമാലേഖനം ഞാൻ നേരത്തെ പറഞ്ഞ 14-ാം അധ്യായത്തിന്റെ അവസാനം ഇങ്ങനെയുണ്ട്: വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അതൊരു ഭക്ഷണത്തിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിചാരിക്കുന്നു, ഒരുവൻ സസ്യാദികളെ തിന്നുന്നു. അങ്ങനെ തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കരുത് എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുക അല്ലേ. എന്നിട്ട് പറയാണ്, താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. അപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ടങ്ങ് സ്വീകരിച്ചു, എന്നിട്ട് എൻ്റെ മനസ്സിൽ ഇത് കുറ്റബോധമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോയി. ഞാൻ സ്വീകരിച്ചിട്ട് അതിൽ ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് അതിനകത്ത് ഒരു മുറിവുമേൽക്കാതെ ഞാൻ സ്വീകരിച്ചത് ദൈവവചന പ്രകാരവും കർത്താവിൻ്റെ പ്രമാണത്തിന്റെ പ്രകാരവും ശരിയാണെന്നൊരു ബോധത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഭാഗ്യവാൻ. എന്നാൽ ഞാൻ സ്വീകരിച്ചത് കർത്താവിനോടുള്ള എൻ്റെ ബന്ധത്തിൽ അത് ശരിയായ ഒരു നടപടിക്രമമല്ല. കർത്താവിനോടുള്ള എൻ്റെ ബന്ധത്തിൽ അതൊരു ശരിയായ രീതിയല്ല എന്ന നിലയിൽ എനിക്കൊരു ബോധ്യം വന്നിട്ടും ഞാനത് സ്വീകരിച്ചാൽ, അയ്യോ, ഞാൻ അരിഷ്ടൻ. അപ്പൊ വിശ്വാസത്തിൽ റോമാലേഖനം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ അവസാനം ഇങ്ങനെയാണ്. ഒന്ന് വായിക്കാവോ? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അപ്പൊ നമ്മളൊരു ഭക്ഷണം തിന്നുമ്പോൾ ഇത് തിന്നുന്നത് ദൈവഹിതമാണോ അല്ലയോ എന്നൊരു സന്ദേഹം ഉണ്ടെങ്കിൽ തിന്നരുത്. മനസ്സിലായോ? ചിലര് നേർച്ച കൊണ്ട് തരും. നേർച്ച, ഞാൻ ഈ കുടമാടൂർ പള്ളിയിൽ നിന്നൊക്കെ തമുക്ക് നേർച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അവലും
പഴവും എല്ലാം കൂടി ഇട്ട് കുഴയ്ക്കുന്നവൻ്റെ ദേഹത്തെ വേർപ്പ് മുഴുവൻ അതിനകത്ത് വീഴുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇതെല്ലാം കൂടി ഇനി കുഴച്ച് പൊതിഞ്ഞുകൊണ്ട് തരുമ്പോൾ കഴിക്കുമായിരുന്നു, നല്ല രുചിയായിരുന്നു. ദൈവജനം ഇടപെട്ടപ്പോൾ ഇത് ശരിയാണോ എന്നൊരു സന്ദേഹം വന്നു. ഇത് ശരിയാണോ? സന്ദേഹം വന്നപ്പോൾ വചനം ഇടപെട്ടതാ, അത് വേണ്ടെന്ന് വെച്ചു. അത് വേണ്ട. ചില ആളുകൾ നമുക്ക് കൊണ്ട് തരുമ്പോൾ നമുക്ക് സ്വീകരിക്കാതെ, ഞാൻ ഇതൊന്നും നിങ്ങൾ തിന്നത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യത് അവിടെ അതൊക്കെ കളഞ്ഞേക്കണം. കളയാൻ ധൈര്യമുണ്ടോ? ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പം താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയാണ്, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആരാധനയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കുമ്പോഴും യേശുവിൽ നിനക്ക് വിശ്വാസം ഇല്ല, അല്ലെങ്കിൽ സ്വതന്ത്ര കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ വിശ്വാസം ഇല്ലാതെ ഒരാരാധന കൊടുത്താൽ അതുപോലും പാപമാണെന്നാ. അപ്പൊ നമ്മുടെ ആരാധനയുടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം രണ്ടായിരിക്കണം. ഒന്ന് കർത്താവിനോടുള്ള സ്നേഹം, ഒന്ന് കർത്താവിനോടുള്ള വിശ്വാസം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചോണം. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നൽകി തരുന്നതാ. കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനോടുള്ള വിശ്വാസവും ആയിരിക്കണം നമ്മുടെ ആരാധനയുടെ പോലും അടിസ്ഥാനം. സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവരുടെ പട്ടികയിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള വിശുദ്ധന്മാരുണ്ടെങ്കിൽ കരങ്ങളുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി അല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കണം. അവിടാണ് നമ്മൾ പോരാട്ടം തുടങ്ങുന്നത്. ഈ പോരാട്ടത്തിൽ രണ്ട് കക്ഷികളാണ് ഉള്ളത്. ഒന്ന്, വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടി, തേജസ്കരിക്കപ്പെടാത്ത എടുക്കപ്പെടാത്ത പഴയ സൃഷ്ടി. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് ജീവിക്കണം. തീരുമാനമൊക്കെ എടുത്തു, കൊള്ളാം. പക്ഷേ ഇനി ജീവിക്കുന്നവരായി ദൈവം നമ്മെ കണ്ടു. കാൽവറി ക്രൂശിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു, വീണ്ടും ജനനം പ്രാപിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇനിയും ജീവിക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് സ്വർഗം എന്നെ എണ്ണി. അപ്പൊ തന്നെ എൻ്റെ പഴയ മനുഷ്യൻ ഇവിടെ ഉണ്ട്. ജഡത്തിന്റെ അധമ വിചാര വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു ശരീരമുള്ള പഴയ മനുഷ്യനിവിടെ ഉണ്ട്. ഇവര് തമ്മിലുള്ളൊരു ഫൈറ്റാണ് പിന്നെ വിശ്വാസ ജീവിതം. ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. ഈ പഴയ മനുഷ്യൻ അവൻ ക്രൂശിൽ മരിച്ചു, ഒക്കെ. പക്ഷെ വീണ്ടെടുക്കപ്പെടാത്ത ഈ പഴയ മനുഷ്യനിൽ വീണ്ടും സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള പൈശാചിക ലോകമുണ്ട്. ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. വീണ്ടെടുക്കപ്പെടാത്ത നിന്റെ ശരീരത്തെ ടെംപ്റ്റ് ചെയ്തുകൊണ്ട് ദൈവഹിതമല്ലാത്തതിലേക്ക് പോകുവാൻ പ്രലോഭിപ്പിക്കുന്ന ഒരു ദുഷ്ടവ്യാപാരമുണ്ട്. എന്നാൽ ഇനി ജീവിക്കുന്നവർ തങ്ങളുടെ ശക്തിയിലല്ല, ദൈവം അവരുടെ മേൽ പകരുന്ന ആത്മശക്തിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നാം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. സ്തോത്രം. ഇതിലൊക്കെ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയമുണ്ട് കേട്ടോ. നമ്മൾ തകർന്ന് തീർന്നു പോകുന്നില്ല വചനം, നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ജയമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ജയമുണ്ട്. ആമേൻ. എല്ലാവർക്കും വേണ്ടി അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഇനിയുള്ള ജീവിതം കർത്താവിനൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ദൈവഹിതമല്ല എന്ന് നിനക്കുറപ്പുള്ള ഒന്നിലും നീ ഇടപെടരുത്. ഇത് നിന്റെ ശരീരത്തിൽ അണിയുന്നത് ദൈവഹിതത്തിന് ഇഷ്ടമല്ല എന്നൊരു ലേശമെങ്കിലും തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ഉപേക്ഷിക്കണം. തൻ്റെ ഇടമുള്ള ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ ദൈവത്തിന് ഇത് വിരുദ്ധമാണ്, എന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന് ഇത് നിഷിദ്ധമാണ്, എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് മുന്നേറാൻ ഇത് തടസ്സമാണ് എന്ന നിന്റെ ഉള്ളിൽ എന്തെങ്കിലും നിലയിൽ ഒരു നേരിയ ചിന്തയെങ്കിലും ദൈവാത്മാവ് കൊണ്ടുവന്നിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ ദൈവാത്മാവിന്റെ ഇടപെടലാണ്. അങ്ങനെയുള്ളത് എൻ്റെ ശരീരത്തിൽ വേണ്ട എന്നു തീരുമാനമെടുക്കാൻ ദൈവാത്മാവ് സഹായിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഇടപെടലിനെതിരെ
പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ നാം പരാജയപ്പെട്ടവരായി തീരും. നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മൾ പാട്ട് പാടും, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധോ ചേർന്നാൽ മതി. ഭംഗിയായിട്ട് പാടും, കൈയടിച്ച് പാടും. പക്ഷെ നമുക്കിതെല്ലാം വേണം. നമുക്കിതെല്ലാം വേണം. അതിനുവേണ്ടിയാണ് സഭ വരുന്നത് പോലും എന്ന നിലയിൽ നാം അധപതിച്ചു പോകുന്നു. സ്വതം പറഞ്ഞേ, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ആളുകൾ വരത്തില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനൊന്നും പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇഷ്ടമില്ല. എന്തെങ്കിലും പുതിയ ഐറ്റം കിട്ടാനുണ്ടോ എന്ന് തെരഞ്ഞുകൊണ്ട് പലയിടത്തും പോകുന്ന കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടു ശാലപ്പെട്ടു ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇത് നിഷിദ്ധമാണ്. എന്നാൽ എൻ്റെ കർത്താവിനോട് ചേരുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ നേരിയ രീതിയിലാണ് ദൈവം ഇടപെടുന്നത്. അതിനെ തള്ളിക്കളയുവാൻ നമുക്ക് കഴിയത്തില്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കുക. യാക്കോബിന്റെ